വസുദൈവ കുടുംബകം എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലെ എൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കേരളത്തിലെ ഏക പരശുരാമ ക്ഷേത്രമായ തിരുവല്ലം ശ്രീ പരശുരാമസ്വാമി ക്ഷേത്രത്തിലാണ്. ക്ഷേത്രത്തിനകത്ത് തന്നെ ബലിതർപ്പണം നടത്താൻ സാധിക്കുന്ന ഇന്ത്യയിലെ തന്നെ ഏക ക്ഷേത്രമാണ് തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രം. ആറ്റുകാൽ ദേവീക്ഷേത്രത്തിൽ നിന്നും ഏകദേശം 6 കിലോമീറ്റർ സഞ്ചരിച്ചാൽ തിരുവല്ലം ക്ഷേത്രത്തിലെത്തിച്ചേരാം. കരമന നദിയുടെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മഹാവിഷ്ണുവിൻ്റെ 6ാമത്തെ അവതാരമായ പരശുരാമസ്വാമിയാണ് ഇവിടുത്തെ ആരാധനാമൂർത്തി. 2000 വർഷത്തോളം പഴക്കമുള്ള ഈ ക്ഷേത്രം മഹാവിഷ്ണുവിൻ്റെ കടുത്ത ഭക്തനായിരുന്ന വില്വമംഗലം സ്വാമിയാണ് പണി കഴിപ്പിച്ചത് എന്നാണ് ഐതിഹ്യം. പിന്നീട് ചേരവംശത്തിലെ രാജാവായിരുന്ന അതിയാമൻ പെരുമാൾ പുനർനിർമ്മിച്ച ഈ ക്ഷേത്രം കറുത്ത കരിങ്കലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പോൾ പുരാവസ്തു വകുപ്പിൻ്റെ സംരക്ഷണത്തിലാണ് ഈ ക്ഷേത്രം ഉള്ളത്. ചതുർബാഹുവായ മഹാവിഷ്ണുവിൻ്റെ രൂപത്തിലാണ് ഇവിടുത്തെ പരശുരാമ പ്രതിഷ്ഠ. മഹാവിഷ്ണുവിൻ്റെ ചിഹ്നങ്ങളായ ശംഖ്, ചക്രം, ഗദ എന്നിവ കൂടാതെ താമരയ്ക്ക് പകരം മഴുവാണ് പരശുരാമ പ്രതിഷ്ഠയുടെ കൈകളിൽ ഉള്ളത്. മറ്റൊരു പ്രത്യേകത, ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരായ ത്രിമൂർത്തികൾ അവരുടെ പ്രതിഷ്ഠകൾ ഉള്ള അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് തിരുവല്ലം ശ്രീ പരശുരാമസ്വാമി ക്ഷേത്രം. പരശുരാമ വിഗ്രഹത്തിന്റെ ദർശനം വടക്കോട്ടാണ്. ക്ഷേത്രത്തിന്റെ വലതുഭാഗത്തായി കിഴക്കോട്ട് ദർശനമായി ശിവലിംഗവും ഉണ്ട്. 2 ചൈതന്യങ്ങൾക്കും ഇവിടെ തുല്യ പ്രാധാന്യമാണുള്ളത്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത, ഇവിടെ 2 ശ്രീകോവിലുകളും 2 കൊടിമരങ്ങളുമുണ്ട്. അതുപോലെ തന്നെ ബ്രഹ്മാവിന്റെ ഇരിപ്പിടം 2 ക്ഷേത്രങ്ങൾക്കും ഇടയിലായിട്ടാണ്. ശിവന്റെ ശ്രീകോവിലിനോട് ചേർന്ന് പടിഞ്ഞാറോട്ട് ദർശനമായി മഹിഷാസുരമർദ്ദിനിയും മത്സ്യമൂർത്തിയും വേദവ്യാസനും സുബ്രഹ്മണ്യനും എന്നീ പ്രതിഷ്ഠകളുമുണ്ട്. തൻ്റെ പിതാവിൻ്റെ ആജ്ഞയനുസരിച്ച് മാതാവിനെ വധിച്ച പരശുരാമൻ ആ പാപത്തിനായുള്ള മോചനത്തിനായി ഭഗവാൻ പരമശിവനെ പ്രാർത്ഥിക്കുകയും ഭഗവാന്റെ നിർദ്ദേശപ്രകാരം കരമനയാറിൻ്റെ തീരത്തുള്ള ഈ സ്ഥലത്ത് വന്ന് ബലിതർപ്പണം നടത്തിയെന്നും വിശ്വസിക്കപ്പെടുന്നു. ജഗദ്ഗുരു ആദി ശങ്കരാചാര്യരും ഈ ക്ഷേത്രം സന്ദർശിക്കുകയും അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ മോക്ഷപ്രാപ്തിക്കായി ഇവിടെ ബലിതർപ്പണം നടത്തിയെന്നും ഐതിഹ്യം പറയുന്നു. ഇവിടെ എല്ലാ ദിവസവും ഭക്തർക്ക് ബലിയിടുവാനുള്ള സൗകര്യമുണ്ട്. ഒരേ സമയം 100-ലധികം ആളുകൾക്ക് ഒരുമിച്ച് ബലിയിടുവാനുള്ള സൗകര്യം ഈ ക്ഷേത്രത്തിലുണ്ട്. ക്ഷേത്രത്തിൻ്റെ മുൻഭാഗമാണിത്. ഇവിടെ ഇതുപോലെ ഒരു 9 കല്ലുകളുണ്ട്. ഈ 9 കല്ലുകളിൽ ബലിച്ചോർ അർപ്പിച്ച് വേണം കടവിലേക്ക് പോകാൻ. ഈ കല്ലുകളിൽ അർപ്പിക്കുന്ന ബലിച്ചോർ പിതൃക്കൾ കാക്കകളുടെ രൂപത്തിൽ വന്ന് ഭക്ഷിക്കുന്നു എന്നാണ് വിശ്വാസം. കർമ്മിയുടെ നിർദ്ദേശമനുസരിച്ചാണ് ബലിതർപ്പണം നടത്തുന്നത്. കർമ്മി ബലിതർപ്പണത്തിന് ആവശ്യമായ പൂജാ സാധനങ്ങൾ മണ്ഡപത്തിൽ നിന്ന് ലഭ്യമാണ്. ദർഭപുല്ലുകൊണ്ട് പവിത്രമുണ്ടാക്കി മോതിരവിരലിൽ അണിഞ്ഞ ശേഷം വാഴയിലയിൽ എള്ള്, പൂവ്, ദർഭപ്പുല്ല്, ചന്ദനം, ഉണക്കലരി ചോറ് തുടങ്ങിയവ കൊണ്ട് ബലിയിടുന്നു. ശേഷം ഇലയോടുകൂടി എടുത്ത് പുറത്തേക്ക് വന്ന് ക്ഷേത്രത്തിന് മുന്നിൽ കണ്ട ആ കല്ലുകളിൽ ബലിച്ചോറ് അർപ്പിച്ച് ഇലയുമായി ഈ കടവിലെത്തി മുങ്ങിക്കുളിച്ച് ഇല കടവിലൊഴുക്കി കുളിച്ച് ദേഹശുദ്ധി വരുത്തി ക്ഷേത്രത്തിനുള്ളിൽ വീണ്ടും പ്രവേശിച്ച് തൊഴുത് മടങ്ങുന്നതാണ് ഇവിടുത്തെ വിശ്വാസം. അതുപോലെ രാവിലെ ഇവിടുത്തെ അന്നദാന മണ്ഡപത്തിൽ നല്ല ചൂട് കഞ്ഞിയും പയറും തയ്യാറാക്കിയിട്ടുണ്ട്. അത് കുടിച്ച് നമ്മുടെ വിശപ്പടക്കി അടുത്ത ക്ഷേത്രത്തിലേക്ക്. ഇനി നമ്മൾ പോകാൻ പോകുന്ന ക്ഷേത്രം എന്ന് പറയുന്നത് ആഴിമല ശിവക്ഷേത്രത്തിലേക്കാണ്. അപ്പം അടുത്ത വീഡിയോയിൽ ആഴിമലയിലെ വിശേഷങ്ങളുമായി കാണാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം.